കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഒരിക്കൽ കൂടെ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങൾ നൽകുന്നു. ഞാൻ പാസ്റ്റർ അനീൻ സാമുവൽ, ന്യൂഡൽഹി. ഒരിക്കൽ കൂടെ ഈ വീഡിയോയുമായിട്ട് ഞങ്ങളുടെ മുൻപിലേക്ക് വരുവാൻ കഴിയുന്നതിൽ എനിക്ക് അത്യധികമായ സന്തോഷമുണ്ട്. ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഒരു ആദ്യമായിട്ട് റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ സമയമെടുത്ത് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. ഇത് ഒരു പഠനത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. ഒരു വ്യക്തിപരമായി ആരെങ്കിലും അധിക്ഷേപിക്കുവാനും അവർ ശരിയല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാനും ഒന്നുമുള്ള ഒരു പരിശ്രമമല്ല ഈ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത്. പ്രത്യേകത ഈ വീഡിയോ ദൈവമക്കൾ ലോകം എമ്പാടുമുള്ള, ഞാനിപ്പോൾ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്, മലയാളികളായിട്ടുള്ള ദൈവമക്കൾ ഈ സത്യങ്ങളെ ഗ്രഹിക്കുക, മനസ്സിലാക്കുക. കാരണം ഈ അടുത്ത സമയത്ത് ഞാനൊരു വീഡിയോ കേട്ടു. ആ വീഡിയോയുടെ ഒരു പ്രധാനം ഏറിയ നമ്മുടെ ടോപ്പിക്കാണ് ഇന്നത്തെ. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് പ്ലേ ചെയ്യാം. ഞാൻ ഈ വീഡിയോ മൊത്തമായിട്ട് കേട്ടു. അതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനത്തെ നടത്തുവാൻ ദൈവം എനിക്ക് സാവകാശമൊരുക്കി. ഈ വീഡിയോയുടെ അതായത് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന ആ ഷോർട്ട് വീഡിയോയുടെ പൂർണ്ണരൂപം ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്കത് അവിടുന്ന് ഫുള്ളായിട്ട് കേൾക്കാൻ കഴിയും. ഒറ്റ ദിവസം കൊണ്ട് ശമ്പളം മാറി, ഒറ്റ ദിവസം കൊണ്ട്. ഇതിൻ്റെ എല്ലാ അർത്ഥം അങ്ങ് നിത്യതയിലെത്തി എന്നല്ല, മുഖത്തെ വേർപ്പ് പോയെന്നല്ല, പക്ഷെ ആ ഭയങ്കര പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതലായി. ഒരിക്കൽ ചർച്ചിനകത്ത് 2-3 ഗുണ്ടകൾ കയറി വന്നു. എന്നുവെച്ച് പറഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിന് പിള്ളേർക്ക് കൊടുക്കുന്നു, അവർക്ക് ശാപ്പാട് കൊടുക്കുന്നു. 5 ലക്ഷം രൂപ ഇന്ന് കിട്ടണം. നിങ്ങളുടെ 5 ലക്ഷം രൂപയും കൊണ്ടേ പോകും. അതിനുവേണ്ടി വന്നിരിക്കുക, ഞങ്ങൾ അവരെ സഹായിക്കുന്നു, ഇവരെ സഹായിക്കുന്നു. അന്നേരത്താണ് അവിടെയുള്ള ഇതുപോലുള്ള ഒരു ഗുണ്ട നേതാവ്, അവൻ അന്ന് പള്ളിയിൽ വന്നിട്ടുണ്ടായിരുന്നു നല്ല കാലത്തിന്. അവൻ വന്ന് ജനടാന്ന് വെച്ചു, ഈ കോമ്പൗണ്ടിൽ കയറിയേക്കരുത്, അപ്പുറത്തൂടെ പൊക്കോണം. അവന്മാരൊരു ഓട്ടം ഓടിയത് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യയിലെ ക്രിസ്ത്യ പീഡ തീർന്നില്ല, പക്ഷേ എനിക്കൊരു വിടുതലായി. ഈ ആശയം കിട്ടുന്നുണ്ടല്ലോ. ഇതാണ് കേഴ്സ് ബ്രേക്ക് കൊണ്ട് നടക്കാൻ പോകുന്നത്. മനുഷ്യൻ്റെ മേലുള്ള ശാപം മുഴുവൻ പൊട്ടത്തില്ല, പകരം എനിക്ക് ഇന്നത്തേക്ക് ആവശ്യമുള്ള ഒരു ദൈവിക വിടുതൽ ദൈവം തന്നിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ അടുത്തു വരുന്നത്. 1-ാമത്തെ ചാപ്റ്റർ ഞാൻ തൊട്ടു, ഉദാഹരണങ്ങൾ ഞാൻ എടുത്തു. 2-ാമത്തെ ചാപ്റ്റർ ഞാൻ തൊട്ടു, എന്താണ് നമ്മുടെ സ്കോപ്പ്, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3-ാമത്തെ ചാപ്റ്റർ ഞാൻ തൊട്ടു, എവിടെയാണ് ശാപം തുടങ്ങിയത്, പാപം ശാപം കൊണ്ടുവന്നു. ഇത് രണ്ടും കൂടെ കണക്റ്റഡാണ്. അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ ശാപത്തിന് അധീനനായി മാറി. 4-ാമത്തെ ഒരു പോയിന്റ് ഞാൻ തൊട്ടതാണ്, ഒന്നുകൂടെ പറഞ്ഞേക്കാം. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ശാപങ്ങൾ മാറുന്നില്ല. യേശുവിൻ്റെ കാൽവറി മരണം കൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്നൊരു വാക്കേ ഉള്ളൂ. ജീവിത ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് ബൈബിളിൽ ഇല്ല. ഒന്നുകൂടെ ആവർത്തിക്കാം. യേശുവിൻ്റെ കാൽവറിയാൽ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ചു എന്ന്. അതും കഴിഞ്ഞ ദിവസം വേറൊരു ദൈവദാസൻ ഗൗരവമായി എടുക്കുന്ന കേട്ട് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തി. 2 കാര്യത്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം തന്നെ. ഏതിൽ നിന്നൊക്കെയാന്നു? ഒന്ന്, ന്യായപ്രമാണത്തിൻ്റെ ശാപം സമ്മതിച്ചു. അപ്പം ഇനി നമുക്ക് ശാപമില്ല, ന്യായപ്രമാണം വേണ്ട, പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി, കൃപയാണ്, ഗ്രേസ് ആണെന്നൊക്കെ പറയുന്നവരുണ്ട്. നല്ല കാര്യം. 2-ാമത്തെ ഭാഗം എന്തുവാ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ആർക്ക് കിട്ടി? ആർക്കായി പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ന് ടെംപ്ടേഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനിടയ്ക്ക്? അപ്പൊ നമ്മൾ ഈ വീഡിയോ കേട്ടല്ലോ. എന്താണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്? അതേക്കുറിച്ച് നമ്മൾ ഒത്തിരി വിശാലമായിട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ താല്പര്യമുള്ളവർ ആ വീഡിയോ ഒന്ന് ആ ചാനലിൽ പോയി ദയവായിട്ട് അത് കേൾക്കുക. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം. പക്ഷേ അവിടെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണം, യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രൂശീകരണം, മരണം, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല. ശാപത്തിൽ നിന്നും നമ്മുടെ പാപത്തിൽ നിന്നും ഉള്ള വിമോചനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ അല്ലെങ്കിൽ കാൽവറി മരണത്തിലൂടെ സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇത് പ്രേക്ഷകരായി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, കേൾക്കുക, ധ്യാനിക്കുക. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് നൽകുന്ന പഠനം എന്താണ്? വേദപുസ്തകം ഈ വിഷയത്തെക്കുറിച്ച് എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, യേശു ക്രിസ്തുവിൻ്റെ മരണം, അത് ലോക ജനതയ്ക്ക്, എനിക്കും നിങ്ങൾക്ക് നൽകിയ സംഭാവനകൾ എന്താണ്, നമുക്ക് നൽകിയ പ്രയോജനം എന്താണ്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് വിടുതൽ ലഭിച്ചിട്ടുണ്ടോ?
എന്നിത്യാദി വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറു പഠനം ഇവിടെ നടക്കുകയാണ്. ബട്ട് ഈ സബ്ജക്റ്റ് ഒരു വിശാലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ 2 ഭാഗമായിട്ട് തിരിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്. അതുകൊണ്ട് ഇത് 1-ാം ഭാഗമായിരിക്കും. ഇതിന് ശേഷം ഈ എൻ്റെ വീഡിയോയുടെ 2-ാം ഭാഗവും നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം എന്ന് ദൈവം നാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ 2 ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നടന്നത് എന്നാണ്. അത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് നമുക്കുണ്ടായ പ്രയോജനം എന്താണ്, നമുക്ക് അതുകൊണ്ടുണ്ടായ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. നമ്മൾ ഇപ്പോഴും അടിമത്തത്തിൽ ശാപത്തിൻ്റെയും അതായത് പാരമ്പര്യമായ ശക്തിയുടെയൊക്കെ അധീനതയിലാണോ കിടക്കുന്നത്, അതോ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നമുക്കതിൽ നിന്നും വിമോചനമുണ്ടായോ? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ ഭാഗം നിങ്ങൾ നോക്കുക. 1, യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് പകരമായിട്ടുള്ള ഒരു മരണമായിരുന്നു. അതായത് ായിട്ടുള്ള ഒരു മരണം. യേശുക്രിസ്തു നാം മരിക്കേണ്ട ഇടത്ത് നമുക്ക് വേണ്ടി മരിക്കുകയാണ്. ഞാനൊരു തെറ്റ് ചെയ്യുന്നു, എൻ്റെ ഈ തെറ്റിന് ഞാൻ തന്നെ ശിക്ഷ അനുഭവിക്കണം, അതിന് നഷ്ടപരിഹാരം കൊടുക്കണം. പക്ഷെ യേശു എന്ത് ചെയ്തു? എന്നെ രക്ഷിക്കുകയും എനിക്ക് പകരക്കാരനായി യേശു സ്വന്തം തോളിൽ തൻ്റെ കുറ്റങ്ങൾ ഏറ്റെടുത്തു, ശാപങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ അപരാധങ്ങളും നമ്മുടെ കുറ്റങ്ങളെല്ലാം യേശു സ്വയമായി ഏറ്റെടുത്തു. എന്നിട്ട് നമ്മളെ ഫ്രീ ആക്കി വിട്ടു. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് പകരക്കാരനായി യേശു ക്രൂശിൽ മരിക്കുകയാണ്. അങ്ങനെ പകരക്കാരനായി യേശു ക്രൂശിൽ മരിച്ചിട്ട് ഒരു സമ്പൂർണമായ വിടുതലില്ലാതെ ഭാഗികമായിട്ടുള്ള ഒരു വിടുതലാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നത് വചനത്തിന് അടിസ്ഥാനപ്പെട്ട ഒന്നാണോ എന്ന് നിങ്ങൾ കേൾക്കുന്നവർ തന്നെ മനസ്സിലാക്കണം. ഇനി 2-ാമതായിട്ടുള്ള ഒരു ഭാഗം ഞാൻ പറയാം. 2-ാമതായിട്ടുള്ളത് റിഡംഷൻ, വീണ്ടെടുപ്പ് എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ്. അത് റിഡംഷൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ അതിന് 2-3 പദപ്രയോഗങ്ങൾ ഞാൻ പറയാം. ഒന്ന് വീണ്ടെടുപ്പ്, മറ്റൊന്ന് മോചനം, വേറൊന്ന് രക്ഷ എന്ന് പറയും. രക്ഷ. അപ്പം വീണ്ടെടുപ്പ്, മോചനം, രക്ഷ എന്നൊക്കെയുള്ള ആ അർത്ഥങ്ങൾ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് മരണത്തിലൂടെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുന്നത്. വീണ്ടെടുപ്പ് നടക്കുക. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണം നൽകി തിരിച്ചു പിടിക്കുന്ന ഒരു അനുഭവം, നഷ്ടപ്പെട്ട് തിരികെ നേടിയെടുക്കുന്ന ഒന്ന്. ഈ പണം നൽകി വീണ്ടെടുക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് കണക്ട് ആയിരിക്കുന്നത് പഴയ നിയമ കാലങ്ങളിലും അതുപോലെ പുതിയ നിയമ സമയത്ത് തന്നെ ഈ അടിമ കച്ചവടം ഉണ്ടായിരുന്നു. അടിമകളെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പം വളരെ അടുത്ത കാലത്തൊക്കെ ആണല്ലോ അടിമ കച്ചവടമൊക്കെ നമ്മുടെ ദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ വിട്ടുപോയത്. ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് വരെയും നമ്മുടെ രാജ്യത്തൊക്കെ അടിമ കച്ചവടവും അടിമകളായിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവർ. ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയിട്ട് ഫ്രീ ആക്കി വിടുന്ന ഒരു രീതി. ആ സെയിം കാര്യമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോട് സംഭവിക്കുന്നത്. പാപത്തിന്റെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ചന്തസ്ഥലത്ത് നിന്ന് പറയുമാറ് പാപത്താൽ മലിനമസമായിരുന്ന ആ ഒരു അനുഭവത്തിൽ നിന്നും യേശുക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗം, ഇതിന് പല പദപ്രയോഗങ്ങൾ ഗ്രീക്കിലുണ്ട്. ഒരു പദപ്രയോഗം എന്ന് പറയുന്നത് അഗോറാസോ എന്നൊരു പദപ്രയോഗമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു പർച്ചേസ് ഇൻ ദി മാർക്കറ്റ് പ്ലേസ്. അതായത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക എന്നർത്ഥമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് അടിമച്ചന്തയിൽ നിന്നും ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് കൊടുത്തിരിക്കുന്നത്. യേശു കർത്താവ് എന്താണ് ചെയ്തത്? നമ്മെ ആ പാപത്തിന്റെ മാർക്കറ്റിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും, പാപത്തിന്റെ കഠോര ഹസ്തങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റുകയാണ്. നമ്മെ
വിലയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുന്നത്. വിലയായി നൽകുന്നത് എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തം വിലയായി നൽകുകയാണ്. യേശുക്രിസ്തുവിന്റെ രക്തം ക്രൂശിൽ ഒഴിക്കപ്പെടുമ്പോൾ ആ മരണം നമ്മുടെ വീണ്ടെടുപ്പിന് പകരമായി, അല്ലെങ്കിൽ വീണ്ടെടുപ്പിന്റെ വിലയായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു ദൈവസഭ, ദൈവത്തിന്റെ മക്കൾ. ഇന്ന് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഹൃദയത്തിൽ കൊണ്ടുപോകുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തി വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണ്. 7:23 എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 7:23, വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാമത്തെ വാക്യം നോക്കിക്കേ. 5, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാടും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പം ഇവിടെ വിലയ്ക്ക് വാങ്ങി എന്ന് കൃത്യമായി എഴുതിയിരിക്കുകയാണ്. യേശു കർത്താവ് തന്റെ രക്തം നൽകി സമ്പാദിച്ച ഒരു നിധിയാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. ഇത് ഒരു പ്രത്യേക കൂട്ടമാണ്, അവന് വിലയ്ക്ക് വാങ്ങിയതാണ്. എല്ലാ പാപത്തിന്റെയും ശാപത്തിന്റെയും ബന്ധനങ്ങളിൽ നിന്നും ശക്തമായിട്ട് അതിന് പെനാൽറ്റി കൊണ്ട് തന്നെ കൊടുത്ത് യേശു കർത്താവ് എന്ത് ചെയ്തു? നമ്മളെ സമ്പാദിച്ചു, ദൈവസഭയെ സമ്പാദിച്ചിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ പദപ്രയോഗം നിങ്ങൾ നോക്കണമേ. രണ്ടാമത്തെ പ്രയോഗം ഈ റിഡംഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എക്സാഗ്രോസോ എന്നൊരു പദപ്രയോഗമാണ്. അതിന്റെ അർത്ഥം കർത്താവ് നമ്മെ ശാപത്തിൽ നിന്നും, കേഴ്സിൽ നിന്നും, അതുപോലെ നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു എന്നാണ്. അപ്പം എക്സാഗ്രോസോ എന്ന് പറയുമ്പം ശാപത്തിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, കേഴ്സിൽ നിന്നും നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, നിയമത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു? വീണ്ടെടുത്തിരിക്കുന്നു. അപ്പം വിശ്വാസികൾ സ്ലേവിന്റെ അല്ലെങ്കിൽ അടിമനുഖത്തിലായിരുന്നു. വിശ്വാസികൾ അടിമനുഖത്തിലായിരുന്നു, സ്ലേവ് മാർക്കറ്റിലായിരുന്നു. അഗാരോസു അവിടെ നിന്നും നമ്മളെന്ത് ചെയ്തു? വിളിച്ച് വേർതിരിച്ച് സെപ്പറേറ്റ് ആക്കി. ശാപത്തിന്റെ അടിയിൽ നിന്നും, ശാപത്തിന്റെ ആ കെട്ടിൽ നിന്നും വ്യക്തമായിട്ട് വീണ്ടെടുത്തിരിക്കുന്നു, നമ്മെ റെഡീം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനി ഏത് ശാപമാണ് നമ്മളെ ചുറ്റിപ്പറ്റുന്നത്? ഏത് ശാപമാണ് നമ്മളെ പിന്തുടരുന്നത്? യേശു കർത്താവിന്റെ ക്രൂശമരണത്തിൽ ആ ശാപത്തിന്റെ കെട്ടിൽ നിന്നും, എക്സാഗ്രോസോ, അതായത് ശാപത്തിൽ നിന്നും, അതിന്റെ എല്ലാവിധമായ ശക്തിയിൽ നിന്നും കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇനിയും നമ്മുടെ ആ വീണ്ടെടുപ്പ് ഭാഗ്യമായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ നിൽപ്പുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു പൂർത്തീകരണം, ഒരു റിഡംഷൻ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ വരുത്തി കൂട്ടുന്നത് തികച്ചും വചന വിരുദ്ധമാണ്. പഴയ നിയമത്തിന്റെ ശിക്ഷയിൽ നിന്നും വിടുവിച്ചിരിക്കുകയാണ് കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ഒരു വിഷയം, നിയമം വ്യവസ്ഥയുമുണ്ട്. അപ്പൊ ആ നിയമം പാലിക്കാതെ വരുമ്പോൾ അതിന് തക്കതായ ശിക്ഷ അപ്പോൾ തന്നെ സംഭവിച്ചിരിക്കും. അതായത് ഒരു വ്യക്തി ഏതെങ്കിലും കുറ്റത്തിൽ പിടിക്കപ്പെട്ടിരിക്കട്ടെ, ഒരു വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നിയമ ലംഘനങ്ങൾ ഉണ്ടായി, അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ആ ശിക്ഷാവിധി എന്താണോ അത് നടപ്പാക്കിയാലേ പറ്റുള്ളൂ. അപ്പം പഴയ നിയമത്തിൽ ഈ ശാപം എന്ന് പറയുന്നത്, പഴയ നിയമമല്ല ശാപം, നിയമത്തെ പാലിക്കാതിരിക്കുന്നതാണ് ശാപം. അതായത് നമുക്കൊരു നിയമം തന്നെ ഇന്നോട് ചെയ്യണം, ഇന്നൊരു ജീവിക്കേണ്ടതായിട്ടുണ്ട്, പക്ഷെ അത് ജീവിക്കാതെ വരുമ്പോൾ അത് ശാപമായിട്ട് മാറ്റപ്പെടുകയാണ്. പക്ഷേ
നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം, മനുഷ്യനെ കൊണ്ട് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അവന് ഫുൾഫില്ല് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ അത്ര കഠിനമായിട്ടുള്ള നിയമങ്ങൾ പഴയ നിയമത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വീണ്ടും വീണ്ടും പാപിയായിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്നും അവന് വിമുക്തനാകണമെങ്കിൽ കുറേയേറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിക്കാതെ വരുമ്പോൾ പിന്നെ അവൻ ശാപത്തിന് അടിമയായിട്ട് തിരികെയാണ്. അവന്റെ മേലെ ശാപം വരിക. ചിലരൊക്കെ ഭൂമി തന്നെ വാ വിളർന്ന് വിഴുങ്ങിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഏതെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണമായിരുന്നു. അതൊക്കെയാണ് നിയമം ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊക്കെ ഒരു ശാപമായിട്ട് എന്ത് ചെയ്തു? പഴയ നിയമത്തിൽ നിലനിന്നു. അപ്പം യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു എന്താണ് ചെയ്യുന്നത്? അത്തരത്തിലുള്ള എല്ലാ ശാപങ്ങളെയും, അത് പരമ്പരാഗതമായ ശാപമാണെങ്കിലും, അത് പഴയ നിയമത്തിലെ ശാപമാണെങ്കിലും, വ്യക്തിപരമായ ശാപമാണെങ്കിലും, എന്താണെങ്കിലും ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റുകൊള്ളുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ മരണത്തിലേക്ക് അവൻ ആനയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണം കൊണ്ട് അവനുണ്ടാകുന്ന പ്രയോജനം ആ ശാപത്തിൽ നിന്നുമുള്ള ശക്തമായിട്ടുള്ള വിടുതലാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശാപവും നിങ്ങളെ പിന്തുടരുകയില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിന്റെ ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ നമ്മൾ തുടർമാനമായി പോകണം എന്നുള്ളതാണ് വ്യവസ്ഥ. തുടർമാനമായി ആ വീണ്ടെടുപ്പിന്റെ ആ ശക്തിയുടെ അകത്ത് തന്നെ നമ്മൾ ജീവിക്കണം. ഇവിടെ 2-3 കാര്യങ്ങൾ ആ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:36 വാക്യത്തിലുണ്ട്. ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ക്രിസ്തുവിലുള്ളവർ ശാപത്തിലല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. 2, ക്രൂശിലെ പ്രവൃത്തി പൂർണ്ണമാണ് എന്ന് വിശ്വസിക്കണം. അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം. ആത്മീയ വളർച്ച എന്നത് ഒരു പ്രക്രിയയായിട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആ രക്ഷണ്യ പ്രവൃത്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് അതിനെ ആചരിക്കുന്നവരായി, അതിനെ പ്രാക്ടീസ് ചെയ്യുന്നവരായി ദിനംതോറും ആയിത്തീരണം. അങ്ങനെ പാപത്തോട് പോരാടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകും. അതിനെ കർത്താവിന് മഞ്ഞത്തോളം വായിക്കാൻ കഴിയുന്നില്ലേ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ശക്തികളെയും ചവിട്ടി മെതിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. അതായത് ഒരു ആത്മീയ പോരാട്ടത്തിൽ നമ്മൾ ദിനം തോറും വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള നിലയിൽ, വിജയം പ്രാപിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മളിൽ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കാതിരിക്കുന്ന കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പ്രലോഭനങ്ങളെയും, ഏത് വലിയ വെല്ലുവിളികളെയും പ്രലോഭനങ്ങളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയുന്നത്. അല്ലെ, നമ്മൾ എന്ത് ചെയ്തു? ശാപത്തിൽ നിന്നും എല്ലാവിധമായിരിക്കുന്ന നിയമാനുഷ്ഠാനങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഇനി ഈ റിഡംഷന്റെ ഒരു 3-ാമത്തെ പദപ്രയോഗം അത് നമ്മൾ മനസ്സിലാക്കണം. ലുട്രോ എന്നൊരു പദപ്രയോഗം. ലുട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that means to obtain release by the payment of a price. To obtain release by the payment of a price. വില കൊടുക്കുന്നു. ആ വില കൊടുക്കുന്ന നിമിത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? റിലീസ് ആകുകയാണ്. അത് നമ്മള് ഒരു പ്രത്യേക അടിമനുഖത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു പ്രത്യേക ശിക്ഷയിൽ നിന്നും നമ്മൾ റിലീസ് ആകുകയാണ്. തീത്തോസ് 2:14. തീത്തോസ് 2:14. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണം. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഞാൻ ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കട്ടെ.
അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പം സകല അധർമ്മത്തിൽ നിന്നും കർത്താവ് നമ്മളെ എന്ത് ചെയ്യുന്നു? വീണ്ടെടുക്കുന്നു. അപ്പൊ സകല അധർമ്മത്തിൽ, സകല പാപത്തിലും ശാപത്തിലും കർത്താവ് നമ്മളെ വീണ്ടെടുക്കുന്നു. അത് എത്ര മനോഹരമായൊരു പദവിയാണ്. സകല അധർമ്മത്തിൽ നിന്നുമുള്ള വീണ്ടെടുപ്പ്. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ ഒരു അധർമ്മത്തിനും ഒരു പാപത്തിന്റെ ശക്തികൾക്കും ഒരു അന്ധകാരങ്ങൾക്കും യാതൊരുവിധമായിരിക്കുന്നതായ ട്രഡീഷണൽ കേഴ്സസിനും നമ്മുടെ മേൽ അധികാരം ഇല്ല എന്ന് തന്നെയാണ് ഈ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ അധർമ്മത്തിലുള്ള വീണ്ടെടുപ്പാണ് കർത്താവ് നമുക്ക് വേണ്ടി നൽകുന്നത്. ഈ വീഡിയോയുടെ ലെന്ത് കൂടും എന്നുള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും വിശ്വസിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് നോക്കാം. അവിടെ എന്താണ് മൂന്നാമത്? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നത് റിക്കൺസിലിയേഷൻ എന്നാണ്. റിക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിരപ്പ് എന്നാണ്. റിക്കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് ദൂരെ കടന്നുപോയ ഒരു സമൂഹത്തെ ദൈവത്തോട് നിരപ്പിക്കുന്നതാണ് ഈ റിക്കൺസിലിയേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അകന്നു പോയവരെ എന്ത് ചെയ്യുന്നു? അടുപ്പിക്കുന്നു. അപ്പൊ പാപനിമിത്തമായി മനുഷ്യവർഗവും ദൈവവും തമ്മിൽ ഉണ്ടായ ഒരു വലിയ വിടവ്, ആ വിടവ് നികത്തുകയാണ് റിക്കൺസിലിയേഷൻ യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിലൂടെ കർത്താവ് ചെയ്യുന്നത്. അതായത് പാപം എന്ന ആ മാർക്കറ്റിൽ നമ്മൾ അടിമകളെ പോലെയായി തീർന്നപ്പോൾ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരുന്ന പൈശാചികമായിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയിൽ നിന്നും നമ്മളെ മാറ്റിയിട്ട്, പാപത്തിന്റെ അധീനതയിൽ നിന്നും നമ്മളെ മാറ്റിയിട്ട്, ശാപത്തിന്റെ അധീനത നമ്മളെ മാറ്റിയിട്ട്, മറ്റ് ഏതെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നമോ അതിനെല്ലാം നമ്മളെ മാറ്റിയിട്ട് കർത്താവുമായിട്ട് നമ്മളെ എന്ത് ചെയ്തു? കർത്താവ് പിതാവുമായിട്ട് നമ്മളെ നിരപ്പിക്കും. യശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവരുടെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കുന്നത്. അപ്പം എന്താ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്? നമ്മുടെ അകൃത്യങ്ങൾ ഈ വിടവായിട്ട് തീർന്നു. നമുക്ക് കർത്താവിന്റെ ബന്ധത്തിൽ നമ്മളെ അകറ്റിക്കളഞ്ഞു. അപ്പം ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരികയും ക്രൂശിലെ മരണത്തിലൂടെ അകന്നു പോയ നമ്മളെ ദൈവത്തിലേക്ക് നിരപ്പിക്കുകയും ചെയ്യുന്ന ഒരു മഹനീയമായ ശുശ്രൂഷ കർത്താവ് ചെയ്യുകയാണ്. കൊലോസ്യർ 1-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. കണ്ടോ? യേശു ക്രിസ്തു നമ്മളെ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു എന്ന് പറയുന്നു. നമ്മൾ ദൂരസ്ഥരായിരുന്ന നമ്മളെ ക്രിസ്തു യേശുവിന്റെ മരണനിമിത്തമായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു മഹനീയമായ ശുശ്രൂഷ. പുത്രന്റെ മരണത്താൽ നമ്മൾ ദൈവത്തോട് അടുക്കുന്നു എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു. റോമർ 5-8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ രക്തത്താൽ ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക്
അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികം രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകിയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നിമിത്തമായി നാം ദൈവത്തിൽ എപ്പോഴും പ്രശംസിക്കുന്നവരാണ്. എന്റെ ശാപം മാറിയില്ലേ, എന്റെ പിതാക്കന്മാരൊക്കെ ചെയ്ത തെറ്റുകൾക്ക് ഞാനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ആ അടിമനുഖത്തിലല്ല കിടക്കുന്നത്. യേശുക്രിസ്തുവിനെ ഹൃദയംഗമായിട്ടാണ് സ്വീകരിച്ചത്. യേശുക്രിസ്തുവിന്റെ ആ വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ആ വിശ്വസിക്കുന്നവരെയാണ് ശാപത്തിൽ നിന്നും കർത്താവ് വീണ്ടെടുക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഉറപ്പിച്ച പോലെ നിരന്തരമായി നമ്മൾ ഈ രക്ഷയുടെ ശക്തിയും അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ നിരന്തരമായി നമുക്ക് അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഈ വാക്യത്തിന്റെ പ്രധാനപ്പെട്ട അർത്ഥം നിങ്ങൾ നോക്കുകയും പാപത്തിന്റെ ബാരിയർ, ആ ബാരിയറായിട്ടുള്ള സംഭവത്തെ ദൈവം എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യുക, അല്ലെ? എന്നിട്ട് നമുക്ക് സമാധാനം നൽകി നമ്മളെ രക്ഷയിലേക്ക് നടത്തുന്ന മനോഹരമായ ഒരു അവസരമാണ് ഈ ക്രൂശ് മരണത്തിലൂടെ സംഭവിക്കുന്നത്. റെക്കൺസിലിയേഷൻ അഥവാ സമാധാനീകരണത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതായത് കർത്താവ് നമ്മൾ എന്ത് ചെയ്യണം? റിക്കൺസിൽ ചെയ്യുക. അത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റില്, മറ്റൊന്ന് സബ്ജക്റ്റീവ് ആസ്പെക്ട്. രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന് അതിനൊരു ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റാണ്, മറ്റൊന്ന് അതിൻ്റെ സബ്ജക്റ്റീവ് ആസ്പെക്റ്റാണ്. അതായത് ഒബ്ജക്റ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമുക്ക് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ഒരു മാർഗം ഒരുക്കി വെക്കുകയാണ്. അതായത് എന്നെയും നിങ്ങളെയും ആ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള യോഗ്യതയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഒരു അവസ്ഥ, അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല, പക്ഷേ അതിന് മുൻപ് തന്നെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഒരു മാർഗം ഒരുക്കി വെച്ചു. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടി 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യങ്ങളൊന്ന് വായിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമുക്ക് ശ്രദ്ധിക്കണേ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ഇത് നമ്മളെ പുതുക്കിയതിന്, നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കിയതിന് കാരണഭൂതൻ വേറെ ആരുമല്ല, ദൈവം തന്നെയാണ് കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ, ഇവിടേക്ക് ആ വാക്യം ശ്രദ്ധിക്കണേ, ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ വചനമാണോ അല്ലയോ? ഇവിടെ എടുത്തു പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്, അല്ലെ? ഒന്നാമത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറ്റപ്പെടുകയാണ്. അവന്റെ എല്ലാ ശാപത്തിൽ നിന്നും, എല്ലാ അകൃത്യത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചപ്പോഴല്ലേ അവൻ പുതിയ സൃഷ്ടിയാകുന്നത്. പുതുതായതിനു ശേഷവും പഴയ കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയത് കഴിഞ്ഞു പോയി എന്ന് വേദപുസ്തകം പറയുന്നു. അതായത് നമ്മുടെ എല്ലാ പാരമ്പര്യ ശാപങ്ങളും, നമ്മുടെ പിതാക്കന്മാരോ നമ്മുടെ പൂർവികന്മാരോ ഒക്കെ ചെയ്ത ശാപങ്ങളെല്ലാം ക്രിസ്തു യേശു തന്റെ മരണത്തിലൂടെ എല്ലാം വാഷ് ഔട്ട് ചെയ്യുകയാണ്. നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കാതെ ഇരിക്കുന്നെങ്കിൽ ആ പഴയ പാപമൊക്കെ ഒരു പക്ഷേ, അല്ലെങ്കിൽ ആ ശാപമൊക്കെ നിങ്ങളെ പിന്തുടരാം. പക്ഷെ വിശ്വസിച്ചൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ
ആ പഴയ പാപത്തിന്, ശാപത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പിന്, നമ്മുടെ വിശുദ്ധീകരണത്തിന്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ നമ്മുടെ ശാപത്തിൽ നിന്നൊക്കെ നമ്മളെ മാറ്റാൻ കാരണക്കാരനാരാണ്? ദൈവമല്ലേ? ആ ദൈവം തന്നെ കാരണക്കാരനായിരിക്കെ പിന്നെയും നമ്മൾ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന്റെ ആത്മീയ അർത്ഥം എന്താണ്? എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ ഇത് ഒരുമാതിരി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയല്ലേ? അഥവാ ജനത്തെ, അതായത് വഞ്ചന എന്ന് പറയാം, ഡിസീവ് ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് മാത്രമേ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയൂ. ദൈവം തന്നെ നമ്മുടെ ശുദ്ധീകരണത്തിനും വിടുതലിനും ഒക്കെ കാരണഭൂതനായി തീർന്നിരിക്കുന്നതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും നമ്മളൊരു ശാപം മുറിക്കൽ നടത്തണമെന്ന് പറയുന്നതിനകത്തുള്ള ബിബ്ലിക്കലായിട്ടുള്ള എവിഡൻസ് എവിടെയാണ്? ഇത്രയും വാക്യങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വേദപുസ്തകത്തിൽ കർത്താവ് തന്നെ നേരിട്ട് നമ്മളെ ശുദ്ധീകരിച്ച് മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ക്രിസ്തു യേശുവിന്റെ മരണത്താൽ നമ്മെ പിതാവിനോട് നിരപ്പിച്ചു. നമ്മൾ പിതാവിന് ദൂരെയാകുന്നു നിന്നിരുന്നു, എന്നാൽ ക്രിസ്തു യേശുവിന്റെ മരണം മൂലം ആ നിരപ്പ് നമുക്കുണ്ടായി. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിന്റെ വചനം പക്കൽ ഉണ്ടായതിനു ശേഷവും നമ്മളിങ്ങനെ ഈ കേഴ്സൊക്കെ ഉണ്ട്, ഈ ശാപമുണ്ട്, ആ ശാപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പറഞ്ഞ് ആൾക്കാരെ വഞ്ചിതരാക്കരുത്. അവിടെ മേൽ ശാപം നിൽക്കുന്നത് എപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കർത്താവിനെ അറിയാത്തത് കൊണ്ടാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തത് കൊണ്ടാണ് ആ ശാപം പിന്നെയും നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ഏതെങ്കിലും വ്യക്തിക്ക്, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അത് ഏകമാർഗം യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിച്ചു കഴിയുമ്പോൾ ഒരു വലിയ അഷ്വറൻസ് നിങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുവരും. നിങ്ങളുടെ പാപങ്ങൾ, ശാപങ്ങളെല്ലാം അത് അടർത്തി എടുത്ത് മാറ്റിക്കളയുകയാണ്. പാപത്തിനും ശാപത്തിനും പിന്നെ നമ്മുടെ മേൽ അധികാരമില്ല. നമ്മുടെ മേൽ പിന്നെ അധികാരമുള്ളത് യേശു ക്രിസ്തുവിനും മാത്രമായിരിക്കും. ദൈവത്തിന് മാത്രമാണ് പിന്നെ നമ്മുടെ മേൽ അധികാരമുള്ളത്. പിന്നെ ഒരു പിശാചിനും നമ്മുടെ മേൽ അധികാരമില്ല. ഒരു പാപത്തിന്റെ ശക്തിക്കും നമ്മുടെ മേൽ അധികാരമില്ല. പിന്നെ നമ്മൾ പറയും, നമ്മൾ എന്തുകൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് മരിക്കുന്നത്, എന്തുകൊണ്ടാണ് കല്യാണം നിശ്ചയിച്ചു പക്ഷെ സമയത്ത് നടക്കാതെ പോയി? ഈ കാര്യങ്ങൾക്കൊക്കെ മറ്റ് പല കാരണങ്ങളാണ്. അതും ഈ വീണ്ടെടുപ്പുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ല എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പൊ ഈ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യും. ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കേൾക്കണം, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ മറ്റുള്ളവരുമായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യണം. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ വചനം മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചത്. ഈ വചനത്തിൽ നിന്നും എന്തെങ്കിലും അടർത്തി എടുത്തു കളയുവാനോ ഒന്ന് കൂട്ടുവാനോ ലോകത്തിലെ ഒരു മനുഷ്യനും ദൈവം അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവികമല്ലാത്ത ഇത്തരത്തിലുള്ള പഠിപ്പിക്കലിൽ ദൈവജനം മാറി നിൽക്കുക, ഒഴിഞ്ഞിരിക്കുക. നിങ്ങൾ ദൈവജനം വായിക്കുക, പഠിക്കുക. അതിനായിട്ട് ദൈവം നിങ്ങളെ എവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. God bless you all. Thank you very much.